ഓക്കെ, നമ്മൾ ഇന്ന് IT ആൻഡ് സൈബർ ലോയുടെ പ്രീവിയസ് ആണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം 10th ലെവലിൽ നമുക്കറിയാം 10th ലെവലിൽ 5 മാർക്കിനാണ് IT ആൻഡ് സൈബർ ലോ ഉള്ളത്. +2 ലെവലിൽ നമുക്ക് IT ആൻഡ് സൈബർ ലോ ഉണ്ട്, പക്ഷെ IT അവിടെ +2 ലെവലിലും ഇല്ല. +2 ലെവലിൽ മാത്രമായിട്ട് പരീക്ഷയ്ക്കുള്ള ഇല്ല കേട്ടോ. ഡിഗ്രി ലെവലിൽ IT ഉണ്ട്, IT ആൻഡ് സൈബർ ലോ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ചെയ്തേടാ. ഒന്നാം ചോദ്യം ചെയ്തേ. കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതെന്നാണ്. കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഔട്ട്പുട്ട്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ മൈക്രോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ആണ് അല്ലേ. മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഉപകരണമാണ്. ബാക്കിയെല്ലാം എന്താണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് അല്ലേ. ഓക്കെ, ഹെഡ്ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്. അതുപോലെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്. സൗണ്ട് കാർഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്. ഇതിൽ മൈക്രോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഉപകരണമാണ്. അപ്പൊ നമുക്ക് ചോദ്യം ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതെന്നാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, മൈക്രോഫോൺ ആണ് കേട്ടോ. അടുത്ത് PDF-ന്റെ പൂർണ്ണരൂപം എന്താണ്? PDF-ന്റെ പൂർണ്ണരൂപം പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നാണ് അല്ലെ. പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നാണ് PDF-ന്റെ പൂർണ്ണരൂപം. പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നാണ് PDF-ന്റെ പൂർണ്ണരൂപം. അടുത്ത ചോദ്യം, IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏതാണ്? IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏതാണ് ചോദ്യം. ചെയ്തേ. IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏതാണ്? അറിയത്തില്ല ആർക്കും? ഈ ക്വസ്റ്റ്യൻ നമുക്ക് മുമ്പ് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അവിടെ വരുന്ന എന്താണ് ഇവിടെ IT ആക്ട് പ്രകാരം ഈ സൈബർ കുറ്റകൃത്യം ചെയ്യുന്നതും അനുവദനീയമല്ല, കമ്പ്യൂട്ടർ വൈറസുകൾ നിർമ്മിക്കുന്നതും അനുവദനീയമല്ല. അതായത് IT ആക്ട് പ്രകാരം, നമ്മുടെ IT ആക്ട് 2000 പ്രകാരം ഇത് രണ്ടും അനുവദനീയമല്ല. അതായത് സിയും ഡിയും ആൻസർ ആയിട്ട് വരും. സോ ആൻസർ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു കേട്ടോ. PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ് കേട്ടോ. സൈബർ കുറ്റകൃത്യം ചെയ്യുന്നതും IT ആക്ട് പ്രകാരം അനുവദനീയമല്ല. അതുപോലെ തന്നെ IT ആക്ട് 2000-ൽ കമ്പ്യൂട്ടർ വൈറസുകൾ നിർമ്മിക്കാം എന്നുള്ള കാര്യം കൂടി പറയുന്നില്ല. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏതാണ്? വെബ് ബ്രൗസറിന് ഉദാഹരണം സഫാരി, കുക്കി, ടോക്കൺ, മൈക്രോ. ഏതാണ് വെബ് ബ്രൗസർ? അവിടെ ഓപ്ഷൻ എ സഫാരിയാണ്. സഫാരി ആരുടെ വെബ് ബ്രൗസറാണ്? സഫാരി ഏത് കമ്പനിയുടെ വെബ് ബ്രൗസറാണ് കുട്ടികളെ? സഫാരി ആപ്പിളിന്റെ ആണ് അല്ലെ. ആപ്പിളിന്റെ വെബ് ബ്രൗസറാണ് ഏത്? സഫാരി എന്ന് പറയുന്നത് അല്ലെ. ആപ്പിളിന്റെ വെബ് ബ്രൗസറാണ് സഫാരി. അടുത്ത, ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം ഏതാണ്? ഗൂഗിളിന്റെ AI സംവിധാനം ജെമിനിയാണ് അല്ലെ. ജെമിനിയാണ് അല്ലെ. ജെമിനിയാണ്. ഓപ്ഷൻ ബി ജെമിനിയാണ് ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം. ചാറ്റ് GPT ആരുടെ AI സംവിധാനമാണ്? ചാറ്റ് GPT ആരുടെ AI സംവിധാനമാണ്? ചാറ്റ് GPT ആർക്ക് പറയാം? ചാറ്റ് GPT നിർമ്മിച്ചിരിക്കുന്നത് ഏത് കമ്പനിയാണ്? വളരെ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനിയാണ്. ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനിയാണ് ചാറ്റ് GPT നിർമ്മിച്ചത്. ഇതൊക്കെ പഠിപ്പിച്ചതാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് എനിക്ക് ഈ ദേഷ്യം പെടുന്നുണ്ട്. കാരണം ഒരിക്കൽ പഠിപ്പിച്ച സാധനമാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓപ്പൺ AI കേട്ടോ. അതുപോലെ മെറ്റ AI ആരുടേതാണ്? മെറ്റ AI ആരുടേതാണ്? ഏത് കമ്പനിയുടേതാണ്? മെറ്റ അത് പറഞ്ഞൂടെ? എടാ, മെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു കമ്പനിയാണ്. മനസ്സിലായോ? മെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക്, വാട്സപ്പ് അല്ലെ. ഫേസ്ബുക്ക് അതുപോലെ തന്നെ വാട്സപ്പ് അതിന്റെയൊക്കെ ഒരു പാരന്റൽ കമ്പനിയാണ് മെറ്റ. അവർ ആരംഭിച്ചിട്ടുള്ള AI ആണ് ഏത്? മെറ്റ AI. അപ്പൊ മെറ്റ AI ആരുടെന്നിട്ട് അത് മെറ്റയുടെ തന്നെയാണ് കേട്ടോ. അടുത്ത, കോപൈലറ്റ് ആരുടേതാണ്? കോപൈലറ്റ് മൈക്രോസോഫ്റ്റിന്റെ ആണ് കേട്ടോ. മൈക്രോസോഫ്റ്റിന്റെ AI സംവിധാനമാണ് ഏത്? കോപൈലറ്റ്. മൈക്രോസോഫ്റ്റിന്റെ AI സംവിധാനമാണ് ഏത് കുട്ടികളെ? കോപൈലറ്റ് കേട്ടോ. കോപൈലറ്റ് മൈക്രോസോഫ്റ്റിന്റെ AI സംവിധാനമാണ് കേട്ടോ. ഓക്കെ. ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് കുറ്റകൃത്യമാണ്?
അതിന്റെ ആൻസർ വോയൂറിസം എന്നാണ്. വോയൂറിസം നമ്മൾ തന്നെ ഒളിഞ്ഞ നോട്ടം എന്ന് മലയാളത്തിൽ പറയും. ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് ഏത് കുറ്റകൃത്യത്തിന്റെ വോയൂറിസമാണ്. വോയൂറിസമാണ് ആൻസർ. വോയൂറിസം ഒളിഞ്ഞു നോട്ടം എന്ന് പറയട്ടെ, ഒളിഞ്ഞു നോട്ടം. ഓക്കെ. ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? നെറ്റ്വർക്ക് ഹബിന്റെ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഡാറ്റ പാക്കറ്റുകൾ മാത്രം സ്വീകർത്താൻ മാത്രം അയക്കുന്നു. ഒരു ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടുമാണ് ഉള്ളത്. വളരെ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. അതായത് വളരെ ഇതാണ് ഒന്നാമത്താണ് ഹബ്ബ്. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് ഹബ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഒന്ന് മാത്രമാണ്. ഓപ്ഷൻ സി ആണ്, ഒന്ന് മാത്രമാണ്. ഓക്കെ. അടുത്ത സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്ക് കൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പ മാർഗം ഏതാണ്? ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്ക് കൂട്ടലുകൾ നടത്തുന്നതിനുള്ള എളുപ്പമാർഗമാണ് ഫങ്ഷൻസ്. അല്ലേ ഉള്ളത്? ഫങ്ഷൻസ് ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്, ഫങ്ഷൻസ് ആണ് ആൻസർ. ഫങ്ഷൻസ്. ഓക്കെ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്ന എളുപ്പമാർഗമാണ് ഏത്? ഫങ്ഷൻസ്. അടുത്ത്, ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് നെറ്റ്വർക്കില് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പിന്നെ റിപ്പീറ്റർ ആണ്. അപ്പൊ ഓപ്ഷൻ എ വയർലെസ് റിപ്പീറ്റർ ആണ് ആൻസർ. ഓപ്ഷൻ എ വയർലെസ് റിപ്പീറ്റർ ആണ് കേട്ടോ. ഇത് ഈ ചോദ്യം അങ്ങനെ പഠിച്ചിരിക്കുക. ഒരു വയർലെസ് റൂട്ടറിലെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണം ഇട്ട് കഴിഞ്ഞാൽ അത് വയർലെസ് റിപ്പീറ്റർ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് പിള്ളേരെ അറിയാം. നമ്മൾ പോയിന്റിംഗ് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതെന്ന് മൗസ് അല്ലേ പോയിന്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? മൗസ് ആണ് കേട്ടോ. ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിൽ കൊടുത്തിരിക്കുന്നത് ഏതെന്ന് ഇട്ട് കഴിഞ്ഞാൽ മൗസ് ആണ്. ഓക്കെ. അടുത്ത, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? ഇന്ത്യയിൽ എന്നല്ല, ലോകം ചോദിച്ചു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏത് തന്നെയാണ്? ഗൂഗിൾ ക്രോം തന്നെയാണ്. ഇന്ത്യ എന്നല്ല, ലോകം ചോദിച്ചു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏത് തന്നെയാണ് കുട്ടികളെ? ഗൂഗിൾ ക്രോം തന്നെയാണ്. ഗൂഗിൾ ക്രോം ആണ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ്? ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ്? അത് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വേഗമേറിയ ട്രാൻസ്മിഷൻ മീഡിയ എന്ന് കേട്ട് കഴിഞ്ഞാൽ പിള്ളേർ അത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ് അല്ലേ? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ് ആൻസർ. ഏറ്റവും വേഗമേറിയ ട്രാൻസ്മിഷൻ മീഡിയ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ് ആൻസർ കേട്ടോ. അടുത്ത, സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്താണ്? സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് മായ OS അല്ലെ? മായ OS. മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് സൈബർ ആക്രമണം തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിട്ട് മായ OS ആണ്. മായ OS. അടുത്ത, താഴെ തന്നിരിക്കുന്നവയിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതാണ്? ക്ലൗഡ് അടിസ്ഥാനമാക്കിയ സിസ്റ്റം ഏതാണ്? അറിയ പറഞ്ഞേ. അറിയത്തില്ല. ക്ലൗഡ് എന്താണെന്ന് അറിയാവോ? ക്ലൗഡ് എന്താണെന്നറിയോടാ? ക്ലൗഡ് ഈ ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആപ്ലിക്കേഷന്റെ എന്താണ് അവരുടെ സെർവറിലേക്ക് നമ്മുടെ ഫോണ് നമ്മുടെ ഫോണിൽ നമ്മളിപ്പം ഇൻസ്റ്റാൾ ചെയ്യത്തില്ല ഒരു ആപ്ലിക്കേഷൻ. നമ്മളിപ്പോ ഇമെയിൽ ആയാലും യൂട്യൂബ് ആയാലും ഗൂഗിൾ ഡ്രൈവ് ആയാലും ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യത്തില്ലേ? ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്
അതിന് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുറച്ച് മെമ്മറി എന്ത് ചെയ്യും, നമ്മുടെ മെമ്മറി ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യും. അത് മാത്രമല്ല അവരുടെ ഈ ആപ്ലിക്കേഷന്റെ സെർവറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ നമ്മുടെ ഈ പറയുന്ന ഓൺലൈൻ റെക്കോർഡ് ക്ലാസ് കാണുന്നത് മനസ്സിലായില്ലേ, അതുപോലെ ക്ലൗഡിൽ നിന്ന് എടുത്തിട്ടാണ് നിങ്ങൾ കാണുന്നത്. നമ്മളത് ക്ലൗഡിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ, ഗൂഗിൾ ഡ്രൈവിന്റെ ക്ലൗഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ഫോണിലല്ല അത് സ്റ്റോർ ആയിരിക്കുന്നത്, നിങ്ങൾ നമ്മളെ ക്ലൗഡിൽ കയറിയിട്ടാണ് നിങ്ങൾ അത് കാണുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള മെമ്മറിക്ക് പകരം അവരുടെ ഈ കമ്പ്യൂട്ടർ ഈ പറയുന്ന ആപ്ലിക്കേഷന്റെ അവരുടെ സെർവറിൽ തന്നെ നമുക്കൊരു സ്പേസ് കിട്ടുന്നതിന് ക്ലൗഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഇപ്പം ഇമെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇമെയിലിന് ക്ലൗഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇമെയിലിന് ക്ലൗഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിന് ക്ലൗഡ് ഉണ്ട്, ഇമെയിലിനുണ്ട്, ഗൂഗിൾ ഡ്രൈവിനുണ്ട്, യൂട്യൂബിനുണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിനൊക്കെ ക്ലൗഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതായത് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ 1, 3, 4 വരേണ്ടത്. പക്ഷെ 1, 3, 4 ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ പരീക്ഷ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ക്ലൗഡ് എന്താണെന്ന് പഠിപ്പിച്ചു തരാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് എന്നാണ് ചോദ്യം. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് നമുക്കറിയാം. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്കറിയാം. CD ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. അതുപോലെ DVD, അതുപോലെ ഇപ്പൊ ഈ പോലത്തെ ബ്ലൂറേ ഡിസ്ക്, ഇതൊക്കെയാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് കേട്ടോ. CD, DVD, അതുപോലെ ബ്ലൂറേ ഡിസ്ക് കേട്ടോ. CD, അതുപോലെ തന്നെ DVD, അതുപോലെ ബ്ലൂറേ ഡിസ്ക്, ഇതൊക്കെയാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്ത, ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ മുതലായവ അയക്കാവുന്നതാണ്. ശരിയാ തെറ്റോ? ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങളും ഓഡിയോ, വീഡിയോ മുതലായവ അയക്കാവുന്നതാണ്. ശരിയാണ്. അടുത്ത്, പേപ്പർ ഉപയോഗിക്കാത്ത കാരണം ഇമെയിൽ പരിസ്ഥിതി സൗഹാർദ്ദമാണ്. അത് ശരിയല്ലേ? നമ്മൾ ഇമെയിൽ പേപ്പറിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അതും ശരിയാണ്. അടുത്ത്, ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല. അത് ശരിയാണോ? അത് വലിയൊരു തെറ്റാണ്. കാരണം ഇമെയിൽ വഴിയാണ് ഏറ്റവും കൂടുതൽ വൈറസ് വ്യാപനം നടക്കുന്നത്, അല്ലെ? വൈറസ് വ്യാപനം നടക്കുകയില്ല എന്നുള്ളത് തെറ്റാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ C ആണ്. അടുത്ത്, ഇമെയിൽ മുഖാന്തരം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്നതാണ്. അതും ശരിയാണ് കേട്ടോ. വൈറസ് വ്യാപനം നടക്കുന്നില്ല എന്നുള്ളത് തെറ്റാണ്. വൈറസ് വ്യാപനം നടക്കും കേട്ടോ. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തിയോ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷ് ആണ്. വിശ്വസനീയവും ആകർഷകവുമായിട്ടുള്ള രീതിയിൽ മെയിൽ അയക്കുന്നതിനെ എന്ത് പറയുന്നു എന്നാണ് പിള്ളേരെ? അതാണ് ഫിഷിംഗ്. ഏതാണ്? ഫിഷിംഗ് കേട്ടോ. ഫിഷിംഗ് നമ്മളെ ചൂണ്ടയിട്ട് പിടിക്കുന്ന പരിപാടി എന്ന് പറയും കേട്ടോ. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ചൂണ്ടയുടെ ഇല്ലല്ലേ? ഓക്കെ, അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു അജ്ഞാത വ്യക്തിയോ സ്ഥാപനമോ വിശ്വസനീയവും ആകർഷകവുമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ അതിനെ പറയുന്ന പേരെന്താണ് കുട്ടികളെ? ഫിഷിംഗ് എന്നാണ്. ഫിഷിംഗ്. ഓക്കെ, ഇതുപോലത്തെ ഇതിന്റെ ചെറിയ വെർഷനൊക്കെ നിങ്ങൾ കണ്ടു കാണും. മറ്റേ ഈ ലുലുവിന്റെ ഇത്രാമത്തെ വാർഷികം എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ആമസോണിന്റെ ഇത്രാമത്തെ വാർഷികം എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങളും ചിലപ്പോൾ ഷെയർ ചെയ്ത് കാണും അതൊക്കെ. അതിന്റെ ചെറിയ വെർഷനാണ്. എല്ലാവർക്കും കിട്ടിയിട്ടുള്ളതിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടുന്ന ഒരു ചെറിയ വെർഷനാണ് ഈ ഫിഷിംഗിന്റെ ഒരു സംഭവം. നമ്മളത് കാണുമ്പോൾ തന്നെ നമ്മൾ അതിൽ അട്രാക്ട് ആവും. ഓഹോ, അങ്ങനെയാണോ, നമുക്കിപ്പോ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ചെല്ലും. ഇതിൽ കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? കാറും മൊബൈൽ ഫോണൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കി കാണാം സാധനം. അടുത്ത്, പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്ക് പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങൾ ഏതാണ് നെറ്റ്വർക്കിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നതാണ് ചോദ്യം. അറിയോ? അത് റൂട്ടർ ആണ് കേട്ടോ. റൂട്ടർ ആണ്. ഓക്കെ, ശരി. ഞാനിത് റിവിഷന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ടോപ്പിക് ഒന്നുകൂടെ തരും. അതായത് നെറ്റ്വർക്ക് ഉപകരണങ്ങൾ, അതൊന്നുകൂടെ നന്നായി വായിച്ച് നോക്കിക്കോണം കേട്ടോ.
റൂട്ടറാണ് ആൻസർ. പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒന്നുകൂടെ പഠിച്ച് ഒന്നുകൂടെ ഒന്ന് ഉറപ്പാക്കേണ്ട സാധനമാണ് നെറ്റ്വർക്ക് ഉപകരണങ്ങൾ, അതിന്റെ ഫങ്ഷൻസും കേട്ടോ. അത് നമുക്ക് ഒരു മാർക്ക് ചോദിക്കും. അടുത്ത് ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഫോൺ ഓഫായി പോയ എന്തോ ഒരു മൊമെന്റ്. ഓക്കെ ശരി. ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ജോലിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലെ കുട്ടികൾ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അത് നിങ്ങൾ നോക്കിയത് ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ? അല്ലേടാ, ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഏതെങ്കിലും ഒരു കാര്യത്തിന് ബേസ് ചെയ്തിട്ടുള്ളതല്ലേ? അതെ. അപ്പൊ അതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം ബേസ് ചെയ്തിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കേട്ടോ. അത് ഡാം ഒരു ഡാഷ് ആണ്. ഡാം ഒരു ഡാഷ് ആണ്. ഡാം എന്താന്ന് പറഞ്ഞേ? ഡാം എന്നത് ഒരു മാൽവെയർ ആണ് കേട്ടോ. ഒരു മാൽവെയർ ആണ് കേട്ടോ. മാൽവെയർ. ഡാം എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഒരു മാൽവെയർ ആണ്. ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാൽവെയർ ആണ് കേട്ടോ. മാൽവെയർ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ഈ മാൽവെയർ എന്നറിയോടാ? മാൽവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാൽവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഉപകരണങ്ങളുണ്ട്. സോഫ്റ്റ്വെയറും ഉണ്ട്, ഹാർഡ്വെയറും ഉണ്ട് അല്ലെ കമ്പ്യൂട്ടറിലെ? കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറും ഉണ്ട്, ഹാർഡ്വെയറും ഉണ്ട്. നമ്മളെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഉപകരണങ്ങൾക്ക് കേടുവരുത്തുക, അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റകൾ മോഷ്ടിക്കുക എന്നീ ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ എന്നീ ഉദ്ദേശത്തോടെ വികസിപ്പിച്ചിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് എന്തെന്ന് പറയുന്നത്? എന്ത് പറയുന്ന കുട്ടികളെ? മാൽവെയർ എന്ന് പറയുന്നത്. മാൽവെയർ മനസ്സിലായ? ക്ലിയർ ആണല്ലോ. നമ്മൾ തന്നെ മാലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നാണ് പറയുന്നത്. മാലീഷ്യസ് സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാൽവെയർ എന്ന് ചുരുക്കി പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. ഹാർഡ്വെയർ ഉപകരണങ്ങൾ കേടുവരുത്തുക, പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റകൾ മോഷ്ടിക്കുക എന്നീ ലക്ഷ്യത്തോടെ നിർമ്മിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് എന്തെന്ന് പറയുന്നത്? മാൽവെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഡാം എന്ന് പറഞ്ഞാൽ ഒരു മാൽവെയറിന് ഉദാഹരണമാണ്. ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാൽവെയറിന് ഉദാഹരണമാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. അടുത്ത, യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? ഇത് നമ്മളിപ്പോ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ്. ചാനലുകളൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന വാക്കാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി അല്ലെ? ഓഗ്മെന്റഡ് റിയാലിറ്റി ആണ്. ഓക്കെ, അതായത് യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. എന്താണ് കുട്ടികളെ? ഓഗ്മെന്റഡ് റിയാലിറ്റി. ഓക്കെ, നിങ്ങൾ ഈ ചാനലിലൊക്കെ കണ്ടിട്ടില്ലടാ, മറ്റേ ഈ നമ്മളെ മെയിനായിട്ട് മറ്റേ റിപ്പോർട്ടർ ചാനലിലും അതുപോലെ 24-ലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവർ മറ്റൊരു സംഭവം നടക്കുമ്പോൾ ആ സംഭവ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാണിക്കും. ഉദാഹരണം, ഒരു റാഫേൽ യുദ്ധവിമാനത്തിന്റെ ഉദ്ഘാടനമാണെങ്കിൽ റാഫേൽ യുദ്ധവിമാനത്തിൽ അരുൺകുമാർ ഇരിക്കും, കണ്ടിട്ടില്ലേ? അങ്ങനത്തെ പരിപാടികളൊക്കെ അത് തന്നെയാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. ഓക്കെ, അതിനെ അവന്മാർ അവതരിപ്പിച്ച് കോമഡി ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ആ സാധനത്തിന്. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ്, ഇതിൽ വിട്ടുപോയത് എന്നാണ് ചോദ്യം. വളരെ ബൈറ്റ്, കിലോബൈറ്റ്, ബൈറ്റ്, KB, MB, അടുത്ത ഏത് വരും? GB വരും അല്ലെ? ജിഗാബൈറ്റ് ആണ് അല്ലെ? ജിഗാബൈറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ പിള്ളേരെ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, ക്ലിയർ ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അത് തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറുകളും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. എഡ്ജ് മൈക്രോസോഫ്റ്റ്, ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിള്, ആൻഡ്രോയിഡ് ഗൂഗിള്. ഓക്കെ, ഒന്ന് ചെയ്തേ. ഓക്കെ, പിള്ളേരിൽ എഡ്ജ് മൈക്രോസോഫ്റ്റ് ശരിയാണോ? എഡ്ജ് മൈക്രോസോഫ്റ്റ് ശരിയാണ് അല്ലേ? മൈക്രോസോഫ്റ്റിന്റെ OS ആണ് എഡ്ജ് എന്ന് പറയുന്നത് അല്ലേ? മൈക്രോസോഫ്റ്റിന്റെ ഒരു OS ആണ് ഇത് എഡ്ജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്. അടുത്ത് OS അല്ല, ഇത് എന്റെ OS അല്ല പിള്ളേർ പറയുന്നത്.
വെബ് ബ്രൗസർ OS അല്ല, വെബ് ബ്രൗസർ ആണ്. മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ ആണ് എന്ന് പറയുന്നത് എഡ്ജ് എന്ന് പറയുന്നത്. അടുത്ത് ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റിന്റെ ആണ്. ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റിന്റെ ആണോ? അത് ഏതിന്റെയാണ് ഫോട്ടോഷോപ്പ് ഏത് കമ്പനിയുടേതാണ് ഫോട്ടോഷോപ്പിന്റെ പേര് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മള് ഫോട്ടോഷോപ്പ് അഡോബിന്റെ ആണ് കേട്ടോ. ഫോട്ടോഷോപ്പ് അഡോബിന്റെ ആണ് ഫോട്ടോഷോപ്പ്. മനസ്സിലായ? ഓക്കെ. അതുമല്ല, ഈ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ് ബ്രൗസർ അല്ല, അതൊരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ് കേട്ടോ. ഓക്കെ. അപ്പൊ രണ്ടാമത്തത് തെറ്റാണ്. അടുത്ത മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിന്റെ ആണോ? കുട്ടികളെ? അതെ, നമുക്കറിയാം. മാക് ബുക്ക്, നമ്മൾ ആപ്പിളിന്റെ ലാപ്ടോപ്പിനെയൊക്കെ നമ്മൾ മാക് ബുക്ക് എന്നല്ലേ പറയുന്നത്. ആപ്പിളിന്റെ ലാപ്ടോപ്പിനെയാണ് നമ്മൾ മാക് ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ കുട്ടികളെ. അടുത്ത് ആൻഡ്രോയിഡ് ഗൂഗിൾ ആണോ? ആൻഡ്രോയിഡ് ഗൂഗിൾ ആണ്. അതായത് 1, 3, 4 വരും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ആണ്. അപ്പൊ ഓർത്തിരിക്കുക, ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് അഡോബിന്റെ ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഏത്? ഫോട്ടോഷോപ്പ്. അഡോബിന്റെ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ്. ഓക്കെ. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ഈ കൊടുത്തിരിക്കുന്നതിൽ പിള്ളേരെ വരേണ്ടത് ഏതാണ്? ഈ കൊടുത്തിരിക്കുന്നതിൽ ഓപ്ഷൻ സി ക്യാൻ ആണ് വരേണ്ടത്. പക്ഷേ PSC എന്ത് ചെയ്തു? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു കേട്ടോ. ക്യാൻ ആണ് വരേണ്ടത് കേട്ടോ. പക്ഷെ PSC എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ക്യാൻ ആണ് വരേണ്ടത്. അത് താഴെ പറയുന്നതിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? നമ്മൾ പറഞ്ഞു മെറ്റയുമായി ബന്ധം ഇൻസ്റ്റാഗ്രാം, അതുപോലെ ഫേസ്ബുക്ക്, അതുപോലെ വാട്സപ്പ്, ഇതൊക്കെ മെറ്റയുടെ കീഴിൽ വരുന്നതാണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ വാട്സപ്പ് ഒക്കെ മെറ്റയുടെ കീഴിൽ വരുന്നതാണ്. എന്നാൽ ടെലിഗ്രാം വരുന്നത് മെറ്റയുടെ കീഴിലല്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. ടെലിഗ്രാം ആണ് ആൻസർ കേട്ടോ. ഓക്കെ. ഈ മെറ്റയുടെ സ്ഥാപകൻ ആരാണ്? മെറ്റയുടെ CEO ആരാണ്? എലോൺ ആണോ? എലോൺ എക്സ് അല്ലേ? എക്സിന്റെ അല്ലേ? മാർക്ക് സക്കർബർഗ് തന്നെ. മാർക്ക് സക്കർബർഗ് തന്നെ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ഫേസ്ബുക്കിന്റെ തന്നെയാണ് മെറ്റ. അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് കേട്ടോ. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? ഇത് മൂന്നും ഒരു കമ്പനി കീഴിൽ വരുന്നത് തന്നെ. നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇൻസ്റ്റഗ്രാം കുറച്ച് നേരം നോക്കുമ്പോൾ ബോറടിച്ച്, ഇനി കുറച്ച് നേരം ഫേസ്ബുക്ക് നോക്കാം. ഓക്കെ, ഫേസ്ബുക്ക് കുറച്ച് നേരം നോക്കാൻ നമുക്ക് ബോറടിക്കാം. പിന്നെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം. സംഭവം മൂന്നും എന്ത് തന്നെയാണ്? ഒരേ കമ്പനി തന്നെയാണ്. മനസ്സിലായില്ലേ? ഇതുപോലെ നമ്മൾ മറ്റേ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു പരിപാടിയുണ്ട്. സോപ്പ് നമ്മളിപ്പോ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് കുറച്ച് ദിവസം ലെക്സ് ഉപയോഗിക്കുമ്പോൾ ഇനിയിപ്പോ ലെക്സ് വേണ്ട, ഇനിയിപ്പോ ഡവ് ഉപയോഗിക്കാം. നിങ്ങളൊരു കാര്യം, ഇതെല്ലാം ഒരു കമ്പനി ഇതാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോഡക്റ്റുകളാണ് പ്രധാനപ്പെട്ട സോപ്പുകളെല്ലാം. നിങ്ങൾ നോക്കിയാൽ മതി. ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആയിരിക്കും ഈ പറഞ്ഞ പ്രധാനപ്പെട്ടതല്ല. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ വാഹനങ്ങളിലൊരുണ്ട്. അതായത് ഈ ഹുണ്ടായും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന കിയായും, അതിന്റെ രണ്ടിന്റെയും പേരന്റൽ കമ്പനി ഒന്നാണ്. മനസ്സിലായ? അതായത് നമ്മൾ ഏത് പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലും ലാഭം എത്തുന്നത് ഇവിടേക്ക് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ച് കഴിഞ്ഞാലും, അതുപോലെ ഫേസ്ബുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും, വാട്സപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിന്റെ ഗുണമാർക്കാണ് മെറ്റ എന്ന കമ്പനിക്കാണ് കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം ചെയ്ത് ഡീപ് ഫേക്ക് എന്നാൽ എന്താണ്? ഡീപ് ഫേക്ക് ഇപ്പൊ നമ്മൾ ഒരുപാട് വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. നടികളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളത് കണ്ടതായിരുന്നു. അപ്പോൾ എന്താണ് വ്യാജ ചിത്രങ്ങൾ അല്ലെ? വ്യാജ ചിത്രങ്ങള്, അതുപോലെ തന്നെ വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് ഡീപ് ഫേക്ക് എന്ന് പറയുന്നത്. മനസ്സിലായ? വ്യാജ ചിത്രങ്ങൾ, വ്യാജ വീഡിയോ എന്നിവ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് AI ഉപയോഗിക്കുന്നതാണ് ഏത് പറയുന്നത്? ഡീപ് ഫേക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഡീപ് ഫേക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ശരി. അടുത്ത വിവര സാങ്കേതിക നിയമത്തിലെ 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ഏതാണ്? വിവര സാങ്കേതിക നിയമത്തിലെ 66A എന്ന സെക്ഷൻ ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണ്? വളരെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ 66A? എന്താ ഇതിലെ കമന്റ് ചെയ്തില്ല നിങ്ങൾ? 66A എന്താണ്? അത് നമുക്ക് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു
റിമൂവ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ്. ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കലുമായി ബന്ധപ്പെട്ടതാണ് ഏത് പറയുന്നത്? ശ്രേയ സിംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2015. അത് പ്രകാരം സുപ്രീം കോടതി 2015 റിമൂവ് ചെയ്ത ഒരു സെക്ഷനാണ് 66A അല്ലേ? ആശയവിനിമയ സേവനങ്ങളുടെ അപമാനകരമായിട്ടുള്ള സന്ദേശങ്ങൾ അയക്കൽ. ഓക്കെ, ഹാക്കിംഗ് ഏതിലാ പറയുന്നത്? ഹാക്കിംഗ് ഏത് സെക്ഷനിലാ പറയുന്നത്? ഹാക്കിംഗ് ഒക്കെ പഠിപ്പിച്ചതാ പറഞ്ഞേ. ഹാക്കിംഗ് 66ലാണ്. ഓക്കെ, സൈബർ ടാമ്പറിങ് ഏതിലാ പറയുന്നത്? ടാമ്പർ ചെയ്യുന്നത്, ടാമ്പറിങ്, സൈബർ ടാമ്പറിങ് എത്ര ഏത് സെക്ഷനിലാ പറയുന്നേ? ടാമ്പറിങ് 65ലാണ്. ഓക്കെ, ഐഡന്റിറ്റി തെഫ്റ്റ് ഏതിലാ പറയുന്നത്? ഐഡന്റിറ്റി തെഫ്റ്റ് 66C അല്ലേ? 66Cയിലാണ് ഐഡന്റിറ്റി തെഫ്റ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അടുത്ത ഇന്ത്യ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കാൻ മനസ്സിലാവും. കാരണം ഗൂഗിൾ ഇന്ത്യ ഗവൺമെന്റ് അല്ല, ആപ്പിൾ ഇന്ത്യ ഗവൺമെന്റ് അല്ല, അതുപോലെ തന്നെ ആമസോൺ ഇന്ത്യ ഗവൺമെന്റ് അല്ല. ഓക്കെ, അപ്പൊ ഇത് മൂന്നും അല്ല നമുക്ക് മനസ്സിലാവുകയും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. NIC ആണ് ഇന്ത്യ ഗവൺമെന്റ് കീഴിലുള്ള ക്ലൗഡ് സർവീസ് ഏതാന്നിട്ട് കഴിഞ്ഞാൽ NIC ആണ് കേട്ടോ. ഓക്കെ, അതിന്റെ പൂർണ്ണരൂപം എന്ന് വെച്ചാൽ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ എന്നാണ് കേട്ടോ. നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ എന്നാണ് NICയുടെ പൂർണ്ണരൂപം. ഇന്ത്യ ഗവൺമെന്റ് കീഴിലുള്ള ക്ലൗഡ് സർവീസ് ആണ് NIC, നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ എന്നാണ് പൂർണ്ണരൂപം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, IoT എന്നാൽ എന്താണ്? IoT എന്നാൽ എന്താണ്? അപ്പോൾ IoT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ് IoTയുടെ പൂർണ്ണരൂപം കേട്ടോ. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ് IoTയുടെ പൂർണ്ണരൂപം. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ് IoTയുടെ പൂർണ്ണരൂപം കേട്ടോ. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത പിള്ളേരെ, കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏതാണ് ചോദ്യം? പിള്ളേരെ, ഓറാക്കിള്, MS ആക്സസ്, MS എക്സൽ, അടുത്ത് MSQL, MySQL. അറിയോ എന്റെ ആൻസർ ഏതാണെന്ന്? ഇതെല്ലാം ഈ ഡേറ്റാബേസുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നത്. ഈ ഡേറ്റാബേസ് എന്തെന്നറിയോ പിള്ളേരെ? ഡേറ്റാബേസ് എന്നറിയോ? ഡേറ്റാബേസ് നമ്മളതിന് DBMS എന്ന് പറയും, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയും. ഡേറ്റാബേസ് എന്നറിയടാ എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല, പരസ്പര ബന്ധമുള്ള ഡേറ്റകളെ ശേഖരിച്ച് വെക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. മനസ്സിലായ? ഓക്കെ, ഇപ്പൊ ഇതിനൊരു ഉദാഹരണത്തിന് ഞങ്ങൾ നിങ്ങളുടെ മെയിലെല്ലാം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ നിങ്ങളുടെ മെയിൽ ID വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ മറ്റേ ഓൺലൈൻ ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസിന്റെ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഡേറ്റാബേസ് ആണ്. അപ്പൊ അല്ലെങ്കിൽ പരസ്പര ബന്ധമുള്ള അല്ലെങ്കിൽ ഒരേപോലത്തെ ഡേറ്റകൾ നമ്മൾ ശേഖരിച്ച് വെക്കുന്നതിന് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാത്തിന്റെ ഈ പറയുന്ന ഓറക്കിൾ ആയാലും MS ആക്സസ് ആയാലും അതുപോലെ തന്നെ MS എക്സൽ ആയാലും MySQL ആയാലും എല്ലാം ഡേറ്റാബേസുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ PSC എടുത്തിരിക്കുന്ന ആൻസർ ഓറക്കിൾ ആണ്. അതിന്റെ റീസൺ ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ട് എനിക്കത് കൃത്യമായിട്ട് എനിക്ക് കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഓറക്കിൾ എടുത്തതെന്നുള്ള കാര്യം കേട്ടോ. അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഒന്ന് റെഫർ ചെയ്ത് ഞാൻ പറഞ്ഞു നോക്കി, ഇന്നലെ നോക്കിയപ്പോൾ പെട്ടെന്ന് കിട്ടിയില്ല എനിക്ക്. ഓക്കെ, അടുത്ത്, ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതെന്നാണ് ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നിട്ട് നമുക്കറിയാം വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. വാൻ ആണ് ആൻസർ അല്ലേ? വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്, വാൻ ആണ് ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത്, ഇനി പറയുന്നതിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ചെയ്തേ കുട്ടികളെ. ഓക്കെ, അയച്ചതും എന്നാൽ ഡെലിവറി ചെയ്യാത്തതുമായ ഇമെയിലുകളാണ് ഡ്രാഫ്റ്റുകൾ. ശരിയാണോ തെറ്റാണോ? തെറ്റാണോ? അത് തെറ്റാണല്ലേ. അയച്ചതും ഡെലിവറി ചെയ്യാത്തതുമായിട്ടുള്ള ഇമെയിലുകൾ നമ്മൾ എന്തിലാ വരുന്നത്?
അയച്ചതും ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിലുകൾ എന്തിലാണ് വരുന്നത് കുട്ടികളെ? അത് ഔട്ട് ബോക്സിലാണ് വരുന്നത് കേട്ടോ. ഔട്ട് ബോക്സിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഔട്ട് ബോക്സിലാണ്. നമ്മൾ തയ്യാറാക്കിയിട്ട് നമ്മൾ അയക്കാതെ സേവ് ചെയ്യുന്നതാണ് ഡ്രാഫ്റ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ തയ്യാറാക്കിയിട്ട് നമ്മൾ അത് സെൻഡ് ചെയ്യാതെ നമ്മൾ സേവ് ചെയ്യുന്ന ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അയച്ചത് എന്നാൽ ഡെലിവറി ചെയ്യാത്തത് ഔട്ട് ബോക്സിലാണ് വരുന്നത്. അടുത്ത് BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ്. അത് ശരിയാണ്, ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നത് ശരിയാണ്. അടുത്ത് ഒരു ഇമെയിലിന് ഡോക്യുമെന്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെന്റുകൾ ഉണ്ടാകാം. ഒരു ഇമെയിലിന് ഒന്നിലധികം അറ്റാച്ച്മെന്റുകൾ ഉണ്ടാവാം, അതും ശരിയാണ്. ഓക്കെ, അവിടെ ഓപ്ഷൻ C ആണ് 2 and 3 കേട്ടാ. ഓക്കെ, 2 and 3 ക്ലിയർ ആണല്ലോ. ശരി, ഇത് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഈ രണ്ടാമത്തെ പോയിന്റ് പലർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം. കാരണം ഒന്നാമത്തെ തെറ്റ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നാമത്തെ തെറ്റെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇത് കളയാം, ഓപ്ഷൻ എയും കളയാം, ഓപ്ഷൻ ബിയും കളയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് പിന്നെ ഇതൊന്നും അല്ലാതെ നമുക്ക് വരത്തില്ല. കാരണം ഈ പറയുന്ന മൂന്നാമത്തെ പോയിന്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇമെയിലിൽ ഡോക്യുമെന്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെന്റിൽ അയക്കാം. അപ്പൊ അതും നമുക്ക് വെട്ടിക്കളയാം. അതൊക്കെ നമ്മൾ പണ്ട് കൊച്ചിലെ സ്കൂളിൽ പഠിക്കുന്നതാണ്. ഈ മെയിൽ അയക്കാൻ അറ്റാച്ച് ഒക്കെ ചെയ്യാനും കേട്ടോ. അടുത്ത മെറ്റാഡേറ്റ, ശീർഷകം, സ്റ്റൈൽ കോഡ് എന്നിവ കണ്ടെത്തുന്ന HTML ടാഗ് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ ഡി ഹെഡ് ആണ്. ഓക്കെ, ഹെഡ് ആണ്. ടാഗുകൾ പഠിക്കാനുണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അടുത്ത് IT ആക്ട് 2000 സൈബർ ഭീകരതയ്ക്കുള്ള സെക്ഷൻ ഏതാണ്? സൈബർ ഭീകരത 66F ആണ്. 66F ആണ് കേട്ടോ. അടുത്ത ചോദ്യം ചെയ്തേ, പ്രോഗ്രാമിൽ ഒരു വേരിയബിളിന്റെ ഉപയോഗം എന്താണ്? വേരിയബിൾ പ്രോഗ്രാമിംഗ് എന്നുള്ള നല്ലൊരു ചോദ്യമാണത്. ഇതൊക്കെ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത് പറയാൻ പറ്റത്തുള്ളൂ. ഇത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. അറിയോ? ഇതിൽ ഓപ്ഷനിൽ ഉത്തരവുണ്ടോ വേരിയബിൾ എന്താണെന്നുള്ളത്? വളരെ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിന്റെ സ്റ്റോറേജ് ലൊക്കേഷൻ ആണ് കേട്ടോ. ഒരു സ്റ്റോറേജ് ലൊക്കേഷൻ ആണ്, മനസ്സിലായില്ലേ? ഒരു പ്രോഗ്രാമിന്റെ സ്റ്റോറേജ് ലൊക്കേഷൻ ആണ് എന്ന് പറയുന്നത് വേരിയബിൾ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞത് മനസ്സിലാവത്തില്ല. എന്താണ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് എന്താണ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഇപ്പൊ ഞാൻ ആൻസർ പറഞ്ഞു, ഇത് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. കാരണം കറക്റ്റ് ആൻസർ ഇതിൽ വന്നിട്ടില്ല. ഓക്കെ, ഒരു ഓപ്ഷനിലും വന്നിട്ടില്ല കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വിവിധ പതിപ്പുകളാണ്? പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വിവിധ പതിപ്പുകൾ എന്നാണ് ചോദ്യം. പിള്ളേരെ കമന്റ് ചെയ്തേ. പിള്ളേരെ ഇത് മാക്ക് ആണ് കേട്ടോ. മാക്കിന്റെ കേട്ടോ. മാക്ക് ഓപ്പറേറ്റിംഗ്, നമ്മൾ പറഞ്ഞ ആപ്പിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മാക്ക് എന്ന് പറഞ്ഞില്ലേ? ആപ്പിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മാക്ക് എന്ന് പറഞ്ഞില്ലേ കുട്ടികളെ? ഓക്കെ, അപ്പൊ അതിന്റെ വിവിധ പതിപ്പുകളാണ് പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ എന്നിവ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കഴിഞ്ഞ വർഷം LDC പരീക്ഷയ്ക്ക് നമുക്ക് ചോദിച്ച IT ചോദ്യങ്ങൾ കേട്ടോ. IT ചോദ്യങ്ങൾ ഇതിൽ കുറെയൊക്കെ എളുപ്പമുള്ളതും കുറെയൊക്കെ ഇത്തിരി നിലവാരമുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ആ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യണം. ഓക്കെ, നമുക്കിനി ഇത് ചെയ്യാനുള്ളത് നമുക്കിനി മറ്റേ കലാ, കായികം, സാഹിത്യം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളോട് ചെയ്യാറുണ്ട്. അപ്പൊ അത് നാളെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ പോർഷനും പിന്നെ നിങ്ങൾക്ക് വരണത് കെമിസ്ട്രിയും കൂടെ, അതും കൂടെ നിങ്ങൾക്ക് എടുത്തു തരും, കെമിസ്ട്രിയും കൂടെ. അപ്പൊ അതും കൂടെ ആകുമ്പോൾ എല്ലാ പ്രീവിയസ് വർക്കൗട്ട് നമുക്ക് കംപ്ലീറ്റ് ആവും.